ബി.ജെ.പി. പ്രവർത്തകനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ വടക്കേക്കര പോലീസ് സ്റ്റേഷന് സമീപം ധർണ നടത്തി. ബി.ജെ.പി. സംസ്ഥാന വക്താവ് പി.ആർ. ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ചിറ്റാറ്റുകര പഞ്ചായത്തിലെ ബി.ജെ.പി. പ്രവർത്തകനായ പട്ടണം പാടത്തുപറമ്പിൽ ശിവപ്രസാദിനെ അകാരണമായി മർദ്ദിച്ച വടക്കേക്കര എസ്.ഐ നസീറിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ വടക്കേക്കര പോലീസ് സ്റ്റേഷന് സമീപം ധർണ നടത്തിയത്. ബി.ജെ.പി. വടക്കേക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ബി.ജെ.പി. സംസ്ഥാന വക്താവ് പി.ആർ. ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവങ്ങളും അവിടെ നടക്കുന്നില്ല. മറ്റേതോ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഈ എസ്.ഐ, അദ്ദേഹത്തിന്റെ പേര് നസീർ, ആ നസീറിന് തന്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് നിൽക്കുന്നവരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം. എനിക്ക് പറയാനുള്ളത്, ഇവിടെ അഡ്വക്കേറ്റുമാരുണ്ട്, ആരെങ്കിലും ഡോക്ടർമാരുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ മാനസിക നില പരിശോധിക്കണം. ഒന്നല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കൈക്കൂലി കിട്ടാത്തതിൻ്റെയോ അല്ലെങ്കിൽ മരുന്ന് കൃത്യമായിട്ട് കഴിക്കാത്തതിൻ്റെ ആയിരിക്കും ഈ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. മാനസിക നില പരിശോധിക്കണം. അല്ലാണ്ട് ഇത്രയേറെ ഒരു മനുഷ്യനെ ഇങ്ങനെ കയറി ആക്രമിക്കാൻ എന്താ ന്യായം? ഒരു ന്യായവുമില്ലാതെ ഒരു വ്യക്തിയെ പിടിച്ചു കൊണ്ടുപോയി ഇങ്ങനെ മർദ്ദിക്കുന്നതിൽ എനിക്ക് ബലമായ സംശയം ഇയാളുടെ മാനസിക നിലയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, റിട്ടയർ ചെയ്ത് ഈ മനുഷ്യൻ വീട്ടിൽ കിടന്ന് പെൻഷൻ മേടിക്കാൻ നോക്കണ്ട, ഞങ്ങൾ മാനസിക നില പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ മനുഷ്യനെ കുറിച്ച് കൃത്യമായ റിപ്പോർട്ട്, അത് ഐബിയുടെയും മറ്റേ ഇന്റലിജൻസിന്റെയും റിപ്പോർട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട്. അത് നേരത്തെ ഡിവൈഎസ്പിയുടെ അടുത്ത് പോയതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടുത്തെ പോലീസുകാർ മനസ്സിലാക്കണം, കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് കേരളത്തിലെ പോലീസ് സേനയിലെ ഏറ്റവും പ്രഗത്ഭരായ, അഴിമതിക്കാരല്ലാത്ത, അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, അഴിമതിക്കാരല്ലാത്ത പ്രഗത്ഭരായ DGPമാര് 3 എണ്ണമാണ് ഞങ്ങളുടെ പാർട്ടിയിലുള്ള. സെൻകുമാർ, ശ്രീലേഖ, തോമസ് സാറ്. ഈ നസീർ ഒന്ന് പോയി നോക്കണം. നസീറിനൊക്കെ ക്യൂ നിന്നാ കാണാൻ പറ്റില്ല 10 ദിവസം. ആ സൈസുള്ള DGPമാര് 3 എണ്ണങ്ങളാണ് ഞങ്ങളുടെ പാർട്ടിയിലുള്ളത്. പിന്നെ ബാക്കിയുള്ള AC-മാരുടെയും IPS-കാരുടെയും കഥ പറയണ്ട. അപ്പൊ റിട്ടയർ ചെയ്തതും ചെയ്യാത്തതുമായ ധാരാളം പോലീസ് ഓഫീസേഴ്സ് ഈ നസീറൊക്കെ സല്യൂട്ട് അടിക്കാൻ ദിവസങ്ങളോളം കാത്തു നിന്ന് സല്യൂട്ട് അടിക്കേണ്ടി വരുന്ന പോലീസ് ഓഫീസേഴ്സ് ഞങ്ങളുടെ പാർട്ടിയിലുണ്ടെന്ന്. അവര് പലരും അവരുടെ റിട്ടയർമെന്റ് ജീവിതത്തിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. മനസ്സുകൊണ്ട് പലരും ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങൾക്കറിയാം. അത് കാരണം ഒരു നടപടി എടുക്കാനൊന്നും ഞങ്ങൾക്ക് ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ ഒരു കത്ത് മുകളിലേക്ക് പോയാൽ മതി. ഞങ്ങൾക്കറിയാം ഇവിടുത്തെ ഈ എസ്.ഐ നസീറിനെതിരെ നടപടി എടുക്കാൻ. ഈ നടപടി എന്തായിരിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ നസീർ 24 മണിക്കൂർ ആ സ്റ്റേഷനിലെ കസേരയിൽ ഇരുത്താത്ത പണി ഞങ്ങൾക്കറിയാം. മണ്ഡലം പ്രസിഡന്റ് പി.സി. അശോകൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ജഗദീശൻ സ്വാഗതം പറഞ്ഞു. മണ്ഡലം പ്രഭാരി സുനിൽ ജോസഫ്, ജില്ലാ സെക്രട്ടറി അനിലയ അമൽ, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, PJ മദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ ജീപ്പിലെ ഡ്രൈവർ, പോലീസ് ജീപ്പിലെ ഡ്രൈവർ, നമ്മൾ അദ്ദേഹത്തിന്റെ പേരൊന്നും എടുത്തവരും പറഞ്ഞിട്ടില്ല. പോലീസിന്റെ ജീപ്പിലെ ഡ്രൈവർ, എനിക്ക് ആ പേരൊന്ന് പറയണം. പോലീസിന്റെ ജീപ്പിലെ ഡ്രൈവറിന്റെ പേരെന്താ? ശ്രീരാജൻ. പോലീസിലെ ജീപ്പിലെ ഡ്രൈവർ ശ്രീരാജൻ എന്ന് പറയുന്ന ആ പൊന്നുമോൻ ഓടി വന്നിട്ട് നമ്മുടെ ശിവപ്രസാദിന്റെ അടുത്ത് പറഞ്ഞ് കയറ വണ്ടിയിൽ. അപ്പൊ ഈ പാവം പിടിച്ച മനുഷ്യൻ ഞായറാഴ്ചയാണ്, മനസ്സമാധാനമായിട്ടൊന്ന് വീട്ടിൽ പോയി ഭാര്യയും മക്കളും മൊത്തൊക്കെ ഒന്ന് മനസ്സമാധാനം ഇരിക്കുന്ന സമയത്ത് കയറാൻ പോലീസ് ജീപ്പിൽ കയറാൻ കഴിഞ്ഞപ്പോ എന്തിനാ സാറേ ഞാൻ കയറുന്നതെന്ന് ചോദിച്ച് അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ വടക്കേക്കരയിലെ ഒരു ഏമാൻ, അത് പിന്നീടാണ് ആ പേര് കൃത്യമായത്, നസീർ എന്ന് പറയുന്ന ഒരു ഗ്രേഡ് SI വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ. ഞങ്ങൾ പിന്നീട് അന്വേഷിച്ചപ്പോൾ ഈ നസീറെ പറഞ്ഞ SIക്ക് നല്ല പേരുള്ള ആളാണ്. ഞാൻ കേട്ടത് ആര് കിട്ടിയാലും ഒന്ന് തോണ്ടിയാലും വിടവുള്ളൂ. മുട്ടുകൈ വെച്ചാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. ആ മുട്ടുകൈ പ്രയോഗം കേരള ജീപ്പിൽ എന്ന് പറഞ്ഞിട്ട് ആ മുട്ടുകൈ എടുത്തിട്ട് നമ്മുടെ ശിവപ്രസാദിന്റെ പുറത്ത് 2 ഇടി ജീപ്പിന്റെ പുറകിൽ നിന്നപ്പോ ശിവപ്രസാദ് അപ്പോഴും ചോദിക്കുന്നുണ്ട്, സാറേ എന്താ കാര്യം? നിന്റെ ജീപ്പിൽ കഞ്ചാവ് ഉണ്ടറാ, നിന്നെ കഞ്ചാവ് പിടിക്കും, പൊക്കട ജീപ്പ് എന്ന് പറഞ്ഞ് ജീപ്പിന്റെ ബൈക്കിന്റെ അകത്ത് കഞ്ചാവ് ഉണ്ടെന്ന് പറഞ്ഞ് ബൈക്കിന്റെ അകത്തൊക്കെ പരിശോധിച്ച് കഞ്ചാവില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ നിന്നെ ഞങ്ങൾ ചോദ്യം ചെയ്ത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ്
പുറത്ത് 2 തടകം മുട്ട് കൈവച്ച് 2 തടകം തടകി അദ്ദേഹത്തിന് പിടിച്ച് ബലമായിട്ട് നമ്മുടെ ഈ വടക്കേക്കര പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടുവന്നു. ഏതാണ്ട് ഒരു 6 മണി 7 മണിയായിട്ടുണ്ടാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തി. 2 കുഴപ്പമുണ്ട് ഇതിന്. പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് സ്വാഭാവിക, പക്ഷേ സ്വന്തം നാട്ടിൽ വെച്ച് നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ കണ്ടു നിൽക്കെ ഒരു ക്രിമിനലെ പോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തന്റെ പുറത്ത് അടിച്ച് അവനെ മുട്ടുക അല്ലെ കൈമുട്ടിന്റെ പ്രയോഗം നടത്തിയ SI പറഞ്ഞ് ബലമായിട്ട് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയിരുത്തിയിട്ട് SI പറഞ്ഞ് ദാ മൂലക്ക് മാറിയിടാന്ന് പറഞ്ഞു. പാവ മനുഷ്യൻ, അദ്ദേഹം മൂലക്ക് മാറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഈ ചെയ്യാത്തവൻ, കുറ്റം ചെയ്യാത്തവൻ എന്ന് പറയുമ്പോ അവന് സ്വാഭാവികമായിട്ടും പോലീസിനെ കാണുമ്പോഴും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനും കാണുമ്പോഴും കുറച്ച് പേടിയുണ്ടാവും. അദ്ദേഹത്തിന്റെ പ്രഷർ താഴെ പോയി, അദ്ദേഹം ഡൗൺ ആയി, താഴെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ പോലീസുകാർ ഓടി വന്ന് പറഞ്ഞു, എന്നാ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ആധാർ കാർഡ് ഒന്നും കെടുത്താ. അദ്ദേഹം ആധാർ കാർഡ് എവിടെന്നേക്കോ തപ്പി ആധാർ കാർഡ് കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഇടയ്ക്ക് തന്നെ പുള്ളിക്കാരനൊരു തലചുറ്റൊക്കെ കണ്ടപ്പോ പോലീസുകാരൻ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വീട്ടിൽ പോയിക്കോളാം. ഈ പാവമായ മനുഷ്യൻ അപമാന ഭാരം പേറിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ തിരിച്ചെത്തിയത് ഇന്നിപ്പോ ഒരാഴ്ചയായി. സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവിടുത്തെ മൂത്ത SI ആണ് പോലും, മൂത്ത് SI ആയിരിക്കും. ഞാൻ കേട്ടത് 4 മാസത്തിനകത്ത് അയാൾ റിട്ടയർ ചെയ്യാൻ പോണേ. ഉറപ്പില്ല കേട്ടോ, 4 മാസത്തിൽ അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യാൻ പോണത് ഞാൻ കേട്ടത്. ഈ നസീർ എന്ന് പറഞ്ഞ 4 മാസത്തിൽ റിട്ടയർ ചെയ്യും. ഗുഡ് സർവീസിൽ ഇത് റിട്ടയർ ചെയ്യാൻ പോണ ആളാ. പക്ഷെ മുട്ടുകാൽ പ്രയോഗം നടത്തിയത് ആളെ മാറിപ്പോയി. ഈ നാട്ടിലെ പാവങ്ങളുടെ നെഞ്ചത്ത് കയറുന്ന ആ മുട്ടുകാൽ പ്രയോഗം നമ്മുടെ പാർട്ടിക്കാരുടെ നെഞ്ചത്ത് വന്ന് കയറി കഴിഞ്ഞാൽ ആ SI ആരായാലും മനസ്സമാധാനമായിട്ട് റിട്ടയർ ചെയ്ത് പോകത്തില്ല. അത് വളരെ കൃത്യമാണ്.